ഏഷ്യ കപ്പിലാണല്ലോ മൊത്തത്തിൽ ഈ സ്ലോട്ടുകളൊക്കെ പൊളിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് വരെയുള്ള കണക്കുകൾ നമ്മൾ നോക്കുക. ഇപ്പോൾ T20 ലോകകപ്പ് വിടുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അമേരിക്കൻ പിച്ചുകളിലാണ്, ചത്ത പിച്ചുകളിൽ കളി നടക്കുന്നു. കുറേ ബാറ്റർമാരുടെ ശവപ്പറമ്പായ പിച്ചുകളായിരുന്നു അത്. ഇപ്പോൾ അധികം റണ്ണുകളൊന്നും പറക്കാത്തൊരു ടൂർണമെൻറ്റിലാണ് ഇന്ത്യ പിന്നെ ലോകകപ്പ് അടിച്ചത് എന്ന് വെക്കാം. അതിനുശേഷം തലമുറ മാറ്റം സംഭവിക്കുന്നു. 2024 ഓഗസ്റ്റ് മുതൽ 2025 ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ നിങ്ങൾ എടുത്ത് നോക്കുക. അഭിഷേക് ശർമ്മയും പിന്നെ സഞ്ജുവും പിന്നെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉണ്ടാക്കിയിട്ടൊരു റവല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മറച്ചു വെക്കാൻ തന്നെ സാധിക്കില്ല. അപ്പോൾ അത്രയും ഫോമിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഇനി അവിടെ ഒരു പരീക്ഷണം നടത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ചോദ്യം ഉയരും എന്നിടത്താണ് പിന്നെ ഏഷ്യ കപ്പ് ടീമിനെ പ്രഖ്യാപിക്കുന്ന സമയത്ത് അഗർക്കർ വന്ന് പറയുന്നത് ഇത്രയും കാലം സഞ്ജു ഓപ്പണിംഗ് സ്ലോട്ടിൽ കളിച്ചുകൊണ്ടിരുന്നത് ഗില്ലും ജയ്സ്വാളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, അപ്പോൾ വന്ന് അങ്ങ് മാറിക്കൊടുത്തേക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അങ്ങ് മാറണം. ഏഷ്യ കപ്പിൽ സഞ്ജുവിന് ആകെ 4 ഇന്നിങ്സാണ് കളിക്കാൻ അവസരം കിട്ടിയത്. സ്ലോട്ട് അറിയില്ല, 8ാമത്തെ പൊസിഷനിലാണ് ഇറങ്ങേണ്ടത്, 7ാമത്തെ പൊസിഷനിലാണ് ഇറങ്ങുന്നത്, ഏത് പൊസിഷനാണ് എന്നറിയുന്നില്ല. ഓസ്ട്രേലിയൻ സീരീസിൽ നമ്മൾ അത് തന്നെയാണ് കണ്ടത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അദ്ദേഹം വൺ ഡൗൺ പൊസിഷനിൽ ചരിത്രത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയില്ല. അദ്ദേഹത്തിന് സുപരിചിതമല്ലാത്തൊരു പൊസിഷനാണിത്. അതിലൊന്നാണ് അദ്ദേഹം പോകുന്നത്, 2 റൺസ് എടുത്ത് പോകുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ സഞ്ജു പുറത്തിരിക്കണമെന്നാണ്. അതേ മത്സരത്തിൽ എത്ര ബാറ്റർമാർ ഫോം ഔട്ട് ആയിരുന്നു? ഈ ഗില്ല് ഫോം ഔട്ട് ആയിരുന്നില്ലേ? 5 റൺസ് ആയിരുന്നു ഗില്ല് അന്ന് എടുത്തിരുന്നത്. അതിന്റെ തൊട്ടടുത്ത മത്സരത്തിൽ ഗില്ല് 15 റൺസാണ് എടുക്കുന്നത്. ഗില്ല് ഫോമായിട്ടുള്ള 2 മത്സരങ്ങളിൽ 2 മഴ കൊണ്ടുപോയി. ഒരു മത്സരത്തിൽ അദ്ദേഹം 42 റൺസ് എടുക്കുന്നത് 117 സ്ട്രൈക്ക് റേറ്റിലാണ് എന്നുള്ളതാണ്. അത് നിർണായകമായിട്ട് ഒരു സംഭാവനയൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗില്ല് സ്ഥിരമായി പരാജയപ്പെടുന്നു. ഏഷ്യ കപ്പിൽ ഗില്ലിന്റെ സംഭാവന 127 റൺസാണ് സംഭാവന. 7 ഇന്നിംഗ്സ് കളിച്ചിട്ട് സഞ്ജു 4 ഇന്നിംഗ്സ് കളിച്ച് സഞ്ജു 132 റൺസ് എടുത്തിട്ടുണ്ട് എന്നോർക്കണം. അതെ. അപ്പോൾ കണക്കുകളൊക്കെ ഇങ്ങനെ ഒരു വെളിച്ചത്തുണ്ടായിരിക്കെ തന്നെ വീണ്ടും വീണ്ടും ഗില്ലിനെ ബാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് BCCIയുടെ സീമന്തപുത്രൻ എന്നൊക്കെ പറയാമല്ലോ. അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെ. അപ്പോൾ മുൻ താരങ്ങളൊക്കെ പറയുന്നുണ്ട്, കൃഷ്ണമാചാരി ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തിനാണ് പിന്നെ ഗില്ല് ടീമിലേക്ക് വന്നതിന് ശേഷമാണ് ഈ സ്ലോട്ടുകളൊക്കെ പൊളിക്കേണ്ടി വന്നത്. തിലക് വർമ്മക്ക് പൊസിഷനില്ലാതായി, ജയ്സ്വാൾ പുറത്തിരിക്കുന്നു, സഞ്ജു കൃത്യമായി ഓപ്പണിംഗ് റോളിൽ പിന്നെ മനോഹരമായി ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ സ്ലോട്ട് ഏതാണെന്ന് അറിയാതായി. ജിതേഷ് ശർമ്മ ടീമിലുണ്ട്, അദ്ദേഹം ഫിനിഷർ റോളിൽ കളിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ സഞ്ജുവിന് സ്ലോട്ട് ഇല്ലാതാകുമ്പോൾ ജിതേഷ് ശർമ്മയുടെ അവസരങ്ങൾ അപ്പുറത്ത് തുറന്നു വരികയാണ്. അപ്പോൾ അടുത്ത ലോകകപ്പ് വരുന്ന സമയത്ത് സഞ്ജു ഏത് സ്ലോട്ടിൽ കളിക്കും എന്നുള്ളൊരു ചോദ്യമാണ്. വീണ്ടും വീണ്ടും അവസരം കൊടുത്തുകൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞാൽ നന്നായി പോയിക്കൊണ്ടിരിക്കുക. 160 സ്ട്രൈക്ക് റേറ്റ്. ഇപ്പോൾ 2024 ഓഗസ്റ്റ് മുതൽ 2025 ഓഗസ്റ്റ് വരെയുള്ള ഇന്ത്യയുടെ റെക്കോർഡ് 160 സ്ട്രൈക്ക് റേറ്റിലാണ് ശരാശരി ഇന്ത്യൻ ബാറ്റർമാർ കളിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ പിന്നെ T20 ക്രിക്കറ്റിന്റെ ചരിത്രം കണ്ട ഏറ്റവും മികച്ചൊരു സ്ക്വാഡായിട്ട് പരുവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടീമിനെ പെട്ടെന്ന് ഗില്ലിൻ്റെ എൻട്രിയോടുകൂടി പൊളിക്കുക എന്ന് പറയുന്നത് പിന്നെ ശരിക്കും ഒരു അപകട മുമ്പിലേക്ക് നമ്മൾ സ്വയം എടുത്ത് ചാടുകയാണെന്നുള്ളതാണ്.